തുടക്കത്തില് മുത്തുമഴൈ ഓപ്പണിങ്, അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി തുടക്കം. അതിനുശേഷം വരുന്നത് പൊല്ല ഇരവോ അല്ലേ? അതെങ്ങനെയാണത്? ഒന്നുകൂടെ ക്ലാരിറ്റി വരട്ടെ. ആഹാ, അത് അങ്ങനെ വന്നിട്ട് ഒന്നുകൂടെ നന്നായിരുന്നേ. പിന്നെ കാലൈ അന്തയിടം. കാலை കനവിനിൽ കാതൽ കൊണ്ടേൻ കൺവിഴിത്തേനവൻ കാണവില്ലേ. അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ആ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് ആദ്യം വന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല നല്ല ഫീലായിരുന്നു പാടിയത്. നല്ല വോയിസ്, നല്ല ശബ്ദം എല്ലാം ഉണ്ട്. ഇതുപോലത്തെ ഒന്ന് ക്ലാരിറ്റി, കാരണം ആ നോട്ട് കൃത്യമായിട്ട് എടുത്ത് പാടിയില്ലെങ്കിൽ അത് ബേസ് നോട്ട് ആയതും കൂടെ കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല എന്താണെന്ന്. പിന്നെ വരി മറന്നുപോയോ? ഇല്ല സാർ, സെക്കൻഡ് മുത്തുമഴയായിരുന്നു പാടേണ്ടത്. മുത്തുമഴ ഞാൻ പാടിയത് ചരണമായിരുന്നു. അതെ, അങ്ങനെ ഒരു ചേഞ്ച് വന്നല്ലോ. മുത്തുമഴ ഇങ്ക് അവിടെ അതിന് പകരം മാറ്റി വേറെ എന്തോ പാടി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാതലൻ നീ, ഞാൻ കാതലി കാതലൻ നീ വേറെയെല്ലാം വെറും വേഷം എൻപേ. ആഹാ, ഇപ്പൊ നല്ല അതിമനോഹരമായിട്ട്. കുറച്ചുകൂടെ ഓപ്പൺ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഈ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒരു സുഖമുണ്ട്. കുറച്ച് ഹസ്കിനെസ് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. അപ്പൊ ഈ മുത്തമഴ ഇങ്ക് കൊട്ടി, ആ കൊട്ടി ഒന്ന് കൺട്രോൾഡ് ആയിട്ട് പാടാൻ പറ്റുമോ? മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാ, തീ 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 കൊട്ടിത്തീരാ കൊട്ടിത്തീരാതോ. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. എന്നാൾ ആ ക്രോമാറ്റിക് ഒരെണ്ണം വരത്തില്ലേ, അതൊന്ന് പാടാമോ? കണ്ണാളാ എന്നാളാ. അത് ആ ബ്രിഡ്ജിങ് ഒന്ന് കറക്റ്റാക്കി. ഒരു ക്ലിക്ക് കേൾക്കുന്നുണ്ട്, ഒരു ക്ലിച്ച്. ആ ക്ലിച്ച് ഇല്ലാണ്ടൊന്ന് പാടാമോ? എന്നാളാ എന്നാളാ അങ്ങനെ ഒരു സാധനം വരുന്നത്, അതല്ലാതെ ഇപ്പോഴും ഉണ്ടടാ അത്. അതൊന്ന് ശരിയാക്കണം. ചെറിയൊരു നമുക്കത് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ, അതൊരു ഇഷ്യൂ അല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. പക്ഷേ ഇത് നേരിട്ടൊന്നും പാടുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. നൈസ് നൈസ്. അതുകൊണ്ട് ഇപ്പൊ വന്നല്ലോ, ഇപ്പൊ വന്നു പാടി. പിന്നെ വെൽവേനെ, അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഒന്ന് പാടാമോ? ഒന്നും കൂടെ സുഖമായിട്ട് ചേരാ, അത് കുഴപ്പമില്ല. ഇത്